ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ചെങ്കലവ കിട്ടിയിട്ടുണ്ട്. ചെമ്പല്ലി എന്ന് പറയും. ഇവിടെയൊക്കെ കുറച്ച് വലുതാണ്. ഓണം ടൈം ആകുമ്പോൾ ചെല്ലിയിൽ ഭയങ്കര വലുതായിട്ടുള്ള മീൻ കിട്ടും. ഒത്തിരി നാളോടാണ്. അപ്പോൾ നമുക്ക് എനിക്ക് ജോലിക്ക് പോകേണ്ട ടൈം ആയതുകൊണ്ട് നമ്മൾ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. അരക്കിലോ മീനിനൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു അരമുറി തേങ്ങ തിരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ശകല ഉലുവാപ്പൊടി ഇത്രയിട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വയ്ക്കാം. മീൻ വെട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു, കടുവിട്ട് പൊട്ടി വരുമ്പം നല്ലതായിട്ട് പൊട്ടണം. കടുവെല്ലാം പൊട്ടി തീരുമ്പോഴത്തേക്ക് നമുക്ക് ആ അരിഞ്ഞു വെച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നല്ലതായിട്ട് അതിനകത്തോട്ടിട്ട് ഇഞ്ചി ഒരു ഇഞ്ചി നീളത്തിൽ ഇഞ്ചി ഇത്രയും നമുക്ക് ഇട്ട് നല്ലതായിട്ട് ഇളക്കി വരണ്ട് വരുന്നവരെ നല്ലതായിട്ട് ഇളക്കണം. അപ്പോൾ അതിലേക്ക് നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ടുണ്ടല്ലോ, തേങ്ങയും മുളകും മല്ലിയും എല്ലാം കൂടെ വറുത്ത് വെച്ചത് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും കറിവേപ്പിലയൊക്കെ ഇട്ടാൽ വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ ദിവസം കറിവേപ്പില തീർന്നു പോകും. നിങ്ങൾ കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ചെയ്യുന്നുള്ള അറിയാത്തവർ കണ്ടുപിടിക്കുക. ഇത് നമ്മൾ ചില ഉലുവാപ്പൊടിയൊക്കെ നേരത്തെ ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിളച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പുളി, തോട്ടുപുളി ഉണ്ടല്ലോ, മീനിനകത്തിരുന്ന പുളി നല്ലതായിട്ട് കഴുകി ഉള്ളിക്കരി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യുന്നതാണ്. അത് നല്ലതായിട്ട് ഇളക്കി കഴിയുമ്പം നമ്മൾ കഴുകി വെച്ച മീനും കൂടെ അതിനകത്തോട്ട് നമുക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് വറുത്തരച്ച് കയറി വയ്ക്കുന്നുണ്ട്. തിക്നെസ് അധികമായിരിക്കും. അപ്പോൾ ചില വെള്ളമൊക്കെ നേരത്തെ ഗ്രേവിക്ക് വേണ്ടി ചെയ്ത് വെച്ചേക്കണം. ഇതിന് ഒരുപാട് വേവില്ലല്ലോ. അപ്പോൾ നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇട്ടാലും മതിയാവും. അപ്പോൾ ഇത്രയും കഴുകി വെച്ചിരുന്ന മീനും കൂടെ അതിനകത്തോട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കാം. നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളങ്ങ് അടച്ചു വയ്ക്കണം. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പും പുളിയെല്ലാം നോക്കി കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമുക്ക് അങ്ങനെ നമ്മുടെ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് നമ്മളിട്ട് ഇളക്കരുത്. ഈ ചെങ്കലവ മീൻ വേവ് കുറവാണ്, പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നല്ലതായിട്ട് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം പിന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് അങ്ങനെ തുറന്ന് വെച്ച് കുറച്ച് നേരം കൊണ്ട് തിളപ്പിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ്. ഇതേ നോക്കിക്കാൻ നമ്മുടെ കറി തയ്യാറെല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.